സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ തമിഴ്നാട്ടിൽ ഗവർണർ ആർ.എൻ. രവിയും മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും കൂടിക്കാഴ്ച നടത്തി. സർക്കാർ നൽകിയ ബില്ലുകളുടെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച കത്ത് ഗവർണർ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് ചർച്ചയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനേഷ്, ഒരു മഞ്ഞുരുക്കത്തിനുള്ള സാധ്യതയുണ്ടോ? മനേഷ്, ശ്രീജിത്ത്, സുപ്രീം കോടതിയുടെ കൃത്യമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിലേതുള്ളതുപോലെ തന്നെ തമിഴ്നാട്ടിലും രൂക്ഷമായ പോരായിരുന്നു. സർക്കാർ ഗവർണർ പോര് രൂക്ഷമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നത് സർക്കാർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിലുള്ള വിമർശനം ഗവർണർ കേൾക്കേണ്ടി വരികയും ബില്ലുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കണം എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം വരികയും ചെയ്യുന്നത്. മാത്രമല്ല, സർക്കാരും ഗവർണർമാരും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള സർക്കാരും ഗവർണർമാരും കൃത്യമായി നല്ല രീതിയിൽ മുൻപോട്ട് പോകണം എന്നുള്ള നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വൈകുന്നേരം ചർച്ച നടത്തിയത്. ഏകദേശം 40 മിനിറ്റാണ് ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ പെൻഡിംഗ് ഉള്ള ബില്ലുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നിലവിലുള്ള ബില്ലുകളുടെ സ്ഥിതി സംബന്ധിച്ച്, നിലവിലുള്ള അവസ്ഥ സംബന്ധിച്ചുള്ള ഒരു കത്ത് ഗവർണർ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഇനി മറ്റ് നടപടികളിലേക്ക് സർക്കാർ ഏത് രീതിയിലാണ് കടക്കുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും നിലവിൽ ഉള്ള പല ബില്ലുകളും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കുകയാണ്. അതായത് സുപ്രീം കോടതിയിൽ കേസ് വന്ന സമയത്ത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയായിരുന്നു ഗവർണർ ചെയ്തത്. ഇതിനെതിരെയും രൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതായത് ഇത്രയും കാലം ഈ ബില്ലുകളെല്ലാം പെൻഡിങ്ങിൽ വെച്ചിട്ട് അവസാനം ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ എന്തിനാണ് രാഷ്ട്രപതിക്ക് അയച്ചത് തുടങ്ങിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഇനി സർക്കാർ ഏത് രീതിയിലാണ് ബില്ലുകൾ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ എന്തായാലും സർക്കാരിന് നിലവിൽ രാജ്ഭവനിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ശരി, മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.